الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നിയമനിർദ്ദേശങ്ങളും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ കൽപ്പനകളെയും ആഗ്രഹത്തോടുകൂടി ജീവിതത്തിൽ പകർത്തുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ സത്യം, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന സത്യമാണ്. ആ ഒരു സത്യത്തെ നിരാകരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അജ്ഞതയാണ്. ആ അജ്ഞതയെ അലങ്കാരമാക്കി നവനാസ്തികത അരങ്ങു തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ആളുകൾ ദൈവത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. യഥാർത്ഥത്തിൽ പല ആളുകളും അത്തരം ദൈവനിഷേധത്തിലേക്ക് എത്തിച്ചേരാൻ പൂർണ്ണമായ ബോധ്യത്തോടുകൂടിയുള്ള പഠനം നടത്തിയിട്ട് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് വ്യക്തിപരമായ ഒരുപാട് കാരണങ്ങൾ അവർ പറയാം. അതിന്റെ സൈക്കോളജി പരിശോധിക്കുമ്പോൾ അത്തരം വ്യക്തിപരമായ കാര്യങ്ങളാണ് അവരെ അതിന് പ്രചോദിപ്പിക്കുന്നത് എന്നാണ്. ഒരുപക്ഷെ തോന്നിയതുപോലെ അധാർമികമായ ജീവിതത്തെ ന്യായീകരിക്കാനാവാം, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒരുപക്ഷെ കുടുംബം എതിരു നിൽക്കുക എന്ന ചെറിയ സംഭവങ്ങളാവാം. ഒരുപക്ഷെ മതത്തിന്റെ ലേബലിൽ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന ദുരനുഭവങ്ങളാവാം. മതത്തിന്റെ പേരിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളാവാം. ഈ ലോകത്തെ വീക്ഷിക്കുമ്പോൾ ഈ ലോകത്ത് കാണുന്ന പല അക്രമങ്ങളും അനീതിയുമാവാം. പല കാരണങ്ങളുമുണ്ട്. പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടോ എന്നൊരു പഠനം നടക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നാസ്തികതയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രാചീന ഇന്ത്യയിലെ ചാർവാകന്മാർ മുതൽ ഗ്രീക്ക് ഫിലോസഫിയിൽ കാണുന്ന എപ്പിക്യൂറസ് വരെ നീണ്ടുകിടക്കുന്ന ഒരു ചരിത്രം. ആ നാസ്തികതക്ക് ഈ ലോകത്തിനോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്: തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക. നിശ്ചലമായ ഈ ജീവിതം, അതിൽ പരമാവധി എത്രത്തോളം സുഖമനുഭവിക്കാൻ കഴിയുമോ അതൊക്കെ സുഖിക്കുക. അതിനിടയിൽ ദൈവം ആരാണ് എന്ന അന്വേഷണത്തിന് ഇനി മുതിരേണ്ടതില്ല. അത് അധ്വാനമുള്ള ഒരു പണിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലുള്ള ഓരോ സമയവും ആഘോഷിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് എത്തീസ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നിരീശ്വരവാദി, ഈശ്വരനില്ല എന്ന വാദമല്ല, മറിച്ച് ഈശ്വരനുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഇന്നത്തെ നാസ്തികതയുടെ വലിയ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന റിച്ചാർഡ് ഡോക്കിൻസിനോട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, ദൈവമുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇല്ല എന്ന് പറയാൻ തെളിവുണ്ടോ? 100% ദൈവമില്ല എന്ന് പറയാൻ
എനിക്കിന്ന് വരെ ഒരു തെളിവ് കിട്ടിയിട്ടില്ല. അവർ എത്തീസ്റ്റുകളല്ല, അഗ്നോസിസ്റ്റ, അജ്ഞേയവാദികളാണ്. ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അവർ പറയുന്നത് ദൈവമില്ല എന്നല്ല നമ്മൾ പറയുന്നത്, മറിച്ച് അത്തരമൊരു ദൈവത്തിൽ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നവരെ പറയാം. അങ്ങനെ ഒരു ദൈവമില്ല എന്ന് പറയുന്നതിന് ലോകത്തിനെ വരെ ഒരു തെളിവ് കിട്ടിയില്ല എങ്കിൽ അതിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് പോലും ശാസ്ത്രവിരുദ്ധമാണ്. തെളിവ് കിട്ടിയാലാണ് ഒന്നില്ല എന്ന് നമ്മൾ പറയുക. അത്തരമൊരു തെളിവ് സമർപ്പിക്കാൻ അവരുടെ മുന്നിലില്ല. പക്ഷേ നാസ്തികത എന്തുകൊണ്ട് ഇത്രത്തോളം വലിയൊരോളമുണ്ടാക്കി എന്ന ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ഒരു നിർണായക ഘട്ടത്തെ കാണുന്നുണ്ട്. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടന്നതോടുകൂടി വലിയൊരു നവജാഗരണം ഉണ്ടാവുകയാണ്. നവനാസ്തികർ 4 ആളുകൾ അത്തരമൊരു ആക്രമണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ആക്രമണം നടന്ന മുതൽ ഇത് മതതീവ്രവാദികളാണ് നടത്തിയതെന്നും അതുകൊണ്ട് മതം ഏറ്റവും വലിയ തിന്മയാണെന്നും അതുകൊണ്ട് ഇവിടെ നിന്ന് ലോകത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ടത് മതമാണെന്നും വാദിക്കാൻ 4 ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. ആ 4 ആളുകൾ 4 ഗ്രന്ഥങ്ങൾ രചിക്കുകയാണ്. അവരാണ് പിന്നീട് ഈ നവനാസ്തികതയുടെ ഏറ്റവും വലിയ 4 കുതിരപ്പടയാളികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അതിലൊന്നാമത്തേത് ഗോഡ് ഡെലൂഷൻ എഴുതിയ റിച്ചാർഡ് ഡോക്കിൻസാണ്. രണ്ടാമത്തേത് എൻഡ് ഓഫ് ദ ഫെയ്ത്ത് എഴുതിയ സാം ഹാരിസാണ്. മൂന്നാമത്തേത് ദ ഗോഡ് ഈസ് നോട്ട് ഗ്രേറ്റ് എന്ന പുസ്തകം എഴുതിയ ക്രിസ്റ്റഫർ ഹിച്ചനാണ്. നാലാമത്തേത് ദ ബ്രേക്കിംഗ് ദ സ്പെൽ എന്ന പുസ്തകം എഴുതിയ ഡാനിയൽ ഡെനറ്റാണ്. 4 ആളുകൾ. ആ 4 ആളുകളുടെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമില്ല എന്ന് പറയുന്ന ആശയത്തിന് അടിയുറപ്പ് നൽകുന്ന തെളിവുകൾ സമർപ്പിക്കുന്നതിന് പകരം അവർ സമർപ്പിക്കുന്നത് മുഴുവൻ മതത്തിനെതിരുള്ള വിദ്വേഷമാണ്. ഈ ലോകത്ത് 2001 ഒരു തീവ്രവാദാക്രമണം നടന്നത് മുതൽ അതിന്റെയൊക്കെ കാരണം മതമാണ്. അതിന്റെ പ്രഥമ സ്ഥാനത്ത് ഇസ്ലാമാണ്. അതുകൊണ്ട് മതങ്ങൾ ഒന്നടക്കം എതിർക്കപ്പെടണം. അതിലൊന്നാമത് ഇസ്ലാം എതിർക്കപ്പെടണം. ആ ഇസ്ലാമിനോടുള്ള മതത്തോടുള്ള വളരെ തീവ്രമായ വെറുപ്പ് തുപ്പുകൾ മാത്രമാണ് ആ ഗ്രന്ഥങ്ങളിൽ ഓരോ വരികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. ന്യൂനപക്ഷം ചില ആളുകൾ വിശ്വാസത്തിന്റെ പേരിൽ ഒരുപക്ഷെ എന്തെങ്കിലും ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ അവർ മതവിശ്വാസികളായിരിക്കെ തന്നെ സമാധാന പ്രിയരാണ് എന്ന സത്യത്തെ മൂടിവെച്ചുകൊണ്ട് അവർ ചെയ്യുന്ന ആക്രമണം നമ്മൾ ആലോചിച്ച് നോക്കുക. മതമാണ് ഇവിടെ ഏറ്റവും വലിയ തിന്മ എന്നവർ പറയാം. അങ്ങനെ മതത്തോടുള്ള വെറുപ്പ്, ഇസ്ലാമിനോടുള്ള വെറുപ്പ് അത് പ്രചരിപ്പിക്കുന്നതിൽ വളരെ ശക്തമായി അവർ വിജയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയിൽ 2015 ഇസ്ലാമോഫോബിയയുടെ ഇര എന്ന വലിയ ഉദാഹരണമായി ഒരു സംഭവം പറയാറുണ്ട്. 2015 സെപ്റ്റംബറിൽ അഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുക്കൻ, ഒരു വിദ്യാർത്ഥി, തന്റെ സ്കൂളിലേക്ക് അവൻ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ക്ലോക്ക് കൊണ്ടുപോയി കൊടുക്കാൻ. ഈ ക്ലോക്ക് കാണുന്ന ടീച്ചർ അത് കൊണ്ടുവന്നവൻ, അതുണ്ടാക്കിയവൻ അഹമ്മദ് മുഹമ്മദാണ്. എന്നാൽ അത് ക്ലോക്കല്ല, അത് ബോംബാണ്. അത് സ്കൂൾ മാനേജ്മെന്റിന് കൈമാറുകയാണ്. അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണ്. പോലീസ് അവനെ മാത്രമല്ല അവന്റെ മാതാപിതാക്കളെ പിടിക്കുകയാണ്. ലോകം വാർത്ത അറിഞ്ഞു, അന്വേഷണം നടന്നു. ഇത് കേവലം ക്ലോക്കാണ് എന്ന് തിരിച്ചറിയാൻ അധികം സമയമൊന്നും ആവശ്യം വന്നില്ല. അതോടുകൂടി ഇസ്ലാമോഫോബിയയുടെ അപകടം എത്രയാണ് എന്ന് ലോകം വായിക്കാൻ തുടങ്ങി. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 4 കുതിരക്കാരിൽ ഒരാൾ. ഈ 4 കുതിരക്കാരിൽ ഒരു മനുഷ്യനെ എഴുതുന്നത് നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ അഹമ്മദ് മുഹമ്മദ് ഒരു ക്ലോക്ക് ബോയ് അല്ല, ഒരു ഫോക്സ് ബോയിയാണ്. യഥാർത്ഥത്തിൽ അഹമ്മദ് മുഹമ്മദ് അവനൊരു തട്ടിപ്പുകാരനാണ്. ഇത്രത്തോളം ആളുകൾ അവനെ കൂടെ നിൽക്കുമ്പോൾ പോലും അവന്റെ പേര് കണ്ടതുകൊണ്ട് അവൻ കൊണ്ടുവന്ന ക്ലോക്ക് അതൊരുപക്ഷെ ബോംബല്ലെങ്കിൽ കൂടി അവൻ കുട്ടികളൊക്കെ പേടിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. ആ ക്ലാസ്സിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ കൊണ്ടുവന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. അവന്റെ പേര് മുസ്ലിമാണ്. അവസാനം അഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന ആ ചെറിയ വയസ്സുള്ള കുട്ടിക്ക് അമേരിക്ക വിട്ടു പോകേണ്ടി വരികയാണ്. ഖത്തറിലേക്ക് താമസം മാറ്റേണ്ടി വരികയാണ്. അത്രത്തോളം ഇസ്ലാം വിരുദ്ധത, ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനോടുള്ള വെറുപ്പ് തന്റെ തൂലികകൾ കൊണ്ട്, തന്റെ കൃതികൾ കൊണ്ട് എഴുതി ഫലിപ്പിക്കാൻ ഈ 4 ആളുകൾക്കും കഴിയുന്നുണ്ട്. അതിലൊരുത്തനാണ് സാം ഹാരിസ്. അയാൾ പറയുന്ന വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്ത് ബലാത്സംഗവും മതവും നീക്കാനുള്ള അവസരം കിട്ടിയാൽ ബലാത്സംഗത്തെ ഞാൻ നിലനിർത്തുകയും മതത്തെ ഞാൻ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. നമ്മൾ ആലോചിച്ച് നോക്കുക. എല്ലാ തിന്മകൾക്കെതിരെ കണ്ണടക്കുകയും എന്നിട്ട് മതം മാത്രമാണ് തിന്മ എന്ന് പറയുകയും അതിന്റെ പ്രഥമ സ്ഥാനത്ത് ഇസ്ലാമിനെ നിർത്തുകയും മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് ഉത്പാദിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അത് കേവലം അമേരിക്കയിൽ മാത്രമല്ല, അത്തരം വെറുപ്പ് വ്യാപാരം നടത്തുന്നതിൽ അവർ വിജയിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് അത് വ്യാപരിച്ച് കേരളത്തിൽ നമ്മൾ അനുഭവിക്കാം. മുസ്ലിങ്ങളോടുള്ള വെറുപ്പ്
കേരളത്തിലും അത്തരമൊരു വെറുപ്പ് നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് മതത്തെ ഇല്ലാതാക്കാൻ കിട്ടിയ അവസരങ്ങളൊന്നും അവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അത്തരമൊരു നാസ്തികത രാജ്യമായി രൂപീകരണം കൊണ്ട ഇടങ്ങളിലെല്ലാം 1940 ആദ്യമായി ഒരു നാസ്തിക രാഷ്ട്രമെന്ന് പറഞ്ഞ അൽബേനിയ മുതൽ സോവിയറ്റ് റഷ്യ മുതൽ ചൈന മുതൽ അവർ കൊന്നുതീർത്ത മതവിശ്വാസികളുടെ കബദ്ധങ്ങളുടെ എണ്ണം മില്യൺ കണക്കിനാണ്. വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. മതം അതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് പറയാം. യഥാർത്ഥത്തിൽ അവർ കൊണ്ടുവരുന്ന വാദത്തിനോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അവർ ദൈവത്തെ നിഷേധിക്കുന്ന കാതലായ വാദത്തിന് സമർപ്പിക്കാനുള്ള എന്തെങ്കിലും വാദമുണ്ട് എന്നൊരു ധൈര്യമുണ്ടെങ്കിൽ, അവർ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് ദൈവത്തെക്കുറിച്ചാണ്. നമ്മൾ ആലോചിച്ച് നോക്കാം, മനുഷ്യന് ചില ദാർശനികമായ ചോദ്യങ്ങളുണ്ട്. ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എന്തിനു വന്നു, ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പൊ ഹസിബത്തും അന്നമാ ഖലഖനാകും അബസ, വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ ഈ ഭൂലോകത്തെ സൃഷ്ടിച്ചത് വെറുതെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വഇലൈഹി തുർജഊൻ, നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടണം. നിങ്ങൾ ഈ കാണുന്ന ചെറിയ നശ്വരമായ ഈ ജീവിതം എന്തിനാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ ജീവിതത്തിൽ ഒരു അർത്ഥമില്ലെങ്കിൽ, ഈ ജീവിതം പ്രധാനാണെങ്കിൽ, ഒരിക്കലും അങ്ങനെയല്ല എന്ന് പഠനം നമ്മളോട് തെളിയിക്കുകയാണ്. 20ഓളം രാജ്യങ്ങളിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനമുണ്ട്. ആളുകളുടെ പൊതുവിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസമാണ്. കുട്ടികളിൽ കാണുന്ന നൈസർഗികമായ ചോദന എന്ന് പറയുന്നത് ദൈവവിശ്വാസമാണ്. ബോൺ ബിലീവേഴ്സ് എന്ന് പറയുന്ന പുസ്തകങ്ങൾ രചിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടിയും ജനിച്ചു വീഴുന്നത് ശുദ്ധമായ ഒരു പ്രകൃതിയിലാണ്. ആ പ്രകൃതി കൊണ്ട് അവൻ യഥാർത്ഥ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലേക്ക് അവൻ അടുക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു അറാബിയോട്, ഗ്രാമീണനായ ഒരു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ദൈവമുണ്ടോ എന്നതിന് എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആ അറാബിയായ മരുഭൂനിവാസിയായ മനുഷ്യൻ പറയാണ്, അൽ ബഅറതു തദുല്ലു അലൽ ബഈർ, ഒട്ടകത്തിന്റെ കാഷ്ടം അത് ഒട്ടകമുണ്ട് എന്നതിന് തെളിവാണ്. വഅസറുൽ അഖ്ദാം യദുല്ലു അലൽ മസീർ, മരുഭൂമിയിലെ കാൽപ്പടികൾ അത് അതിലൂടെ നടന്ന ഒരു മനുഷ്യനിലേക്കുള്ള തെളിവാണ്. വസമാഉൻ ദാതു അബ്റാജിൻ വഅർളുൻ ദാതു ഫിജാജിൻ അലാ തദുല്ലു അലാ ലതീഫിൽ ഖബീർ, അങ്ങനെയാണെങ്കിൽ ഭ്രമണപഥങ്ങളുള്ള ഈ ആകാശം, പുഴകളും നദികളും ഒഴുകുന്ന ഈ ഭൂമി, അലാ തദുല്ലു അലാ ലതീഫിൻ ഖബീർ, വളരെ സൂക്ഷ്മ അറിവോടുകൂടി സൃഷ്ടികർമ്മം നിർവഹിച്ച ഒരു സൃഷ്ടാവിന്റെ സാന്നിധ്യത്തെ അത് തെളിയിക്കുന്നില്ലേ എന്ന് അക്ഷരവിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ പറയാം. തീർച്ചയായിട്ടും അത് തെളിയിക്കുന്നുണ്ട്. ഈ ലോകം, അതിലേക്ക് നമ്മൾ നിരന്തരം നമ്മളെ സൃഷ്ടികൾ വായിച്ചു നോക്കണം. ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാൻ. ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിന് പണ്ഡിതന്മാരെ 3 തെളിവുകൾ വെക്കാറുണ്ട്. അതിലൊന്നാമത്തത് ഡിസൈൻ ആർഗ്യുമെന്റാണ്. ഈ ലോകത്ത് ഏതൊരു കാര്യത്തിനും ഡിസൈൻ ഉണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ഒരു ഡിസൈനർ ഉണ്ടാകും. ഈ ലോകത്തിനൊരു ഡിസൈൻ നമ്മൾ കാണുന്നുണ്ട്. ഈ ഭൂമി 23.5 ഡിഗ്രി ചെരിഞ്ഞിങ്ങനെ കറങ്ങുകയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നമ്മൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ അനുഭവപ്പെടുക. അതങ്ങനെ ചരിച്ചതാരാണ്? മഴ കിട്ടുന്നുണ്ട്, കാറ്റ് കിട്ടുന്നുണ്ട്. ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ രീതിയിലൊക്കെ ഈ ലോകത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഡിസൈൻ ചെയ്തത് ആരാണ്? അത് റാൻഡമായി, സ്വാഭാവികമായി, യാദൃച്ഛികമായി ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന്, നമ്മളൊരു ചില്ലുപാത്രം നിലത്തേക്കിടുക, അത് ചിന്നിച്ചിതറിയാൽ അത് ചിതറുന്നത് ക്രമരാഹിത്യത്തോടുകൂടിയാണ്. അതിന്റെ ഓർഡറില്ല, പലയിടങ്ങളിലായി ചിതറുകയാണ്. ഞാനൊരു ക്യാൻവാസിൽ കുറച്ച് പെയിന്റുകൾ ഒന്ന് വീശിയെറിഞ്ഞാൽ അത് ചിത്രമായി മാറുന്നില്ല. അവിടെ ഒരു ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രം വരച്ച ഒരു ഡിസൈനറുണ്ട്. ആ ചിന്നിച്ചിതറിയ കുപ്പിച്ചില്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനടുക്കി വെച്ചൊരു ഡിസൈനറുണ്ട്. ചില ആളുകൾ ചില ഡിസൈൻ മോശമാണ്, ബാഡ് ഡിസൈനിങ്ങിനെ കുറിച്ച് പറയും. ചില ഡിസൈൻ മോശമാണ്. ഈ ലോകത്ത് നോക്കുമ്പോൾ കണ്ണു കാണാത്ത ആളുകളുണ്ട്, അന്ധരായവർ, ജന്മനാൽ അന്ധരായവർ. അതുപോലെ തന്നെ ലോകത്ത് പട്ടിണി കൊണ്ടും പരിവട്ടങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവർ. നമ്മൾ ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ ആ ഡിസൈനിന്റെ പിറകുള്ള ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വാതിൽ തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഒരു കെട്ടിടത്തിൽ തുറക്കപ്പെടാത്ത ഒരു വാതിൽ നമ്മൾ കാണുകയാണെങ്കിൽ അതെന്തിനുണ്ടാക്കി എന്നത് അതിന്റെ ഡിസൈനർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതിന്റെ പിറകിൽ ചില ഉദ്ദേശങ്ങൾ ഉണ്ടാകാം. മനുഷ്യന് എന്തെങ്കിലുമൊക്കെ പരീക്ഷണം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയാൻ ആ പരീക്ഷണം ഉണ്ടാകും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. തീർച്ചയായിട്ടും അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഖൗഫ്, നിങ്ങൾക്ക് പേടി ഉണ്ടാകും, നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാകും, നിങ്ങൾക്ക് ധനനഷ്ടമുണ്ടാകാം, നിങ്ങൾക്ക് ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകാം. അള്ളാഹ് പറയാൻ അവിടെ ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ?
ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് അല്ലാഹു തന്നതാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അതുകൊണ്ട് ഈ ചെറിയൊരു കാലം ക്ഷമിച്ചാൽ വലിയ പ്രതിഫലമുണ്ട് എന്ന ബോധമുണ്ടെങ്കിൽ അതാണ്. അവിടെ ഒരു ഡിസൈനിനെയും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒന്നാമത്തേത് ഡിസൈൻ ആർഗ്യുമെന്റാണ്. രണ്ടാമത്തേത് കോസ്മോളജിക്കൽ ആർഗ്യുമെന്റാണ്. ഏത് തുടക്കത്തിനും ഒരു തുടക്കക്കാരൻ ആവശ്യമുണ്ട്. ഈ ലോകത്തിനൊരു തുടക്കമുണ്ട് എന്ന് ശാസ്ത്രം നമ്മളോട് പറയാം. ഈ ലോകം കാലാകാലം ഇവിടെ ഉണ്ടായിരുന്ന ഒന്നല്ല. ഈ ലോകം യഥാർത്ഥത്തിൽ ഒരു ബിഗ് ബാങ്കിലൂടെ ഇവിടെ ഉണ്ടായി വന്നതാണ് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. എങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, അതുണ്ടാക്കിയത് ആരാണ്? ഒരു കാര്യത്തിന് തുടക്കമുണ്ടെങ്കിൽ അതിനൊരു തുടക്കക്കാരൻ വേണം. ഉദാഹരണത്തിന് നമ്മളൊരു ടേബിളിൽ ചെറിയ തൂണുകൾ ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. ആദ്യത്തെ തൂണിനെ നമ്മളൊന്ന് വീഴ്ത്തിയാൽ വരിവരിയായി ആ തൂണിന്റെ അവസാനം ആ ടേബിളിന് പുറത്തേക്ക് വീഴാണ്. ടേബിളിന് പുറത്തൊരു തൂണ് വീണ് കിടപ്പുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ അതിന് വീഴ്ത്തിയത് അതിന്റെ തൊട്ടു മുമ്പുള്ള തൂണാണ്. അതിനെങ്ങനെ പുറകോട്ടേക്ക് വലിക്കുമ്പോൾ അവസാനത്തെ തൂണും വീണിട്ടുണ്ട്. പക്ഷെ അതിനെ വീഴ്ത്തിയത് ആരാണ്? അതിന് വീഴ്ത്താൻ അതിനു മുമ്പൊരു തൂണില്ല. ബാഹ്യമായൊരു ശക്തി ഇടപെട്ടിട്ടുണ്ട്, അത് തൂണല്ല. ബാഹ്യമായൊരു ശക്തി ഇടപെട്ടിട്ടുണ്ട്. ആ ശക്തിയുടെ പേരാണ് സൃഷ്ടാവ്. ഞാൻ എന്റെ സുഹൃത്തിനോട് ഒരു 10 രൂപ കടം ചോദിക്കാം. എന്റെ സുഹൃത്തിന്റെ കയ്യിലില്ല, അവൻ മറ്റൊരാളോട് ചോദിക്കാം. അവന്റെ ആ പട്ടിക നീണ്ടു പോയിട്ട് അവൻ തിരിച്ചു വന്ന് എനിക്ക് 10 രൂപ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ബോധ്യമുണ്ട് മറ്റാരോടും ചോദിക്കാതെ സ്വന്തം പോക്കറ്റിൽ നിന്നും 10 രൂപ എടുത്തു തരാൻ കഴിയുന്ന ഒരുവനെ അവൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അയാൾക്കും മറ്റൊരാൾ ചോദിക്കേണ്ടി വന്നാൽ ആ 10 രൂപ എനിക്ക് കിട്ടൂലായിരുന്നു. 10 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അനുഭവിക്കുന്ന വായു ഈ ലോകത്തെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ കുടിക്കുന്ന ജലം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എന്റെ ജീവൻ അതെനിക്ക് സ്പന്ദിക്കുന്നതായി തോന്നുന്നുണ്ട്. എങ്കിൽ അത് കൊണ്ടുവന്ന ഒരു തുടക്കക്കാരൻ ഈ ലോകത്തിനുണ്ടാകും. അതാണ് കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്. മൂന്നാമത്തത് കണ്ടിൻജൻസി ആർഗ്യുമെന്റാണ്. ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു കടൽ തീരത്ത് പോവാണ്. അതിന്റെ പ്രതലത്തിൽ നമ്മൾ വെള്ളം കാണുന്നുണ്ട്. ആ വെള്ളം അതിന് തൊട്ട് താഴെയുള്ള വെള്ളത്തെ ആസ്വദിച്ച് നിൽക്കാൻ, അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിലെ ജലകണങ്ങൾ അതിന് താഴെയുള്ള ജലകണത്തെ ആസ്വദിച്ച് നിൽക്കാൻ. അതങ്ങനെ അടിയിലേക്ക് പോകുമ്പം ആ കടലിന്റെ അടിത്തട്ടുണ്ട്. ആ അടിത്തട്ടിന്റെ മേലാണ് ഈ വെള്ളം നിൽക്കുന്നത്. ഒരു കാര്യം നമുക്ക് ബോധ്യമായി, വെള്ളത്തിന്റെ മുകൾ പരപ്പ് മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിലും അതിനടിത്തട്ടുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുകയാണ്. കാരണം അങ്ങനെ ഒന്നിനെ ആശ്രയിച്ച് അതിന്റെ അടിവരെ പോകും. അപ്പോഴാണ് മറ്റൊന്നിനെയും ആശ്രയിക്കാത്തൊരു അടിത്തട്ടിനെ നമ്മൾ കാണുന്നത്. അടിത്തട്ട് കാണണമെന്നില്ല, ആ മുകളിലുള്ള വെള്ളം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഈ ലോകത്തിലെ എല്ലാ കണങ്ങളും മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ അല്ലാഹു സമദ്, സമദീയത്തുള്ള ഒരു അല്ലാഹു. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെയുള്ളവൻ ഒരുവനാണ് അല്ലാഹു സമദ്. അവനിലേക്ക് എല്ലാവരും ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. ലം യലിദ്, അവൻ ആരെങ്കിലും ജനിപ്പിച്ചവനല്ല, അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല, അവന് അങ്ങനെ തുടക്കമുണ്ടായതല്ല. അങ്ങനെ തുല്യനായ ഒരാളെ നിനക്ക് കാണാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ ഈ ആർഗ്യുമെന്റുകളെയൊക്കെ വളരെ മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസിൽ പറയണം. അതുകൊണ്ടാണ് സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 പരതിയാൽ അതിന്റെയൊക്കെ ആശയത്തെ സൂറത്തുൽ ഇഖ്ലാസിൽ കാണാൻ കഴിയും എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, യഥാർത്ഥത്തിൽ ഇത്തരം ദൈവമുണ്ടോ എന്ന ചിന്തയിലേക്ക് പോകുന്നതിന് പകരം ഇത്തരം ലോജിക്കുകളെ, ഇത്തരം റീസണുകളെ ആളുകൾ ഇങ്ങനെ വളരെ നിഷേധാത്മകമായി സമീപിക്കുന്നത് എന്തുകൊണ്ടാണ്? ശാസ്ത്രത്തിന്റെ മറപിടിച്ചുകൊണ്ട് ഇതിനൊക്കെ നിഷേധിക്കാം. ദൈവത്തെ ശാസ്ത്രം തെളിയിക്കട്ടെ എന്ന് ചില ആളുകൾ പറയാം. ആ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ഒരു ട്രെയിൻ എന്തുകൊണ്ട് പറക്കുന്നില്ല എന്നൊരു മനുഷ്യൻ ചോദിച്ചാൽ എത്രത്തോളം വിഡ്ഢിത്തമാണ്. കാരണം ട്രെയിൻ എന്ന് പറയുന്ന ഒരു വാഹനത്തിന്റെ ധർമ്മം അത് നിശ്ചയിക്കപ്പെട്ട പാളത്തിലൂടെ ഓടുക എന്നതാണ്. ട്രെയിൻ പറക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ശാസ്ത്രം എന്ന് പറയുന്നത് പദാർത്ഥ ലോകത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഒരു ലാബിലേക്ക് കൊണ്ടുവന്ന് ബോധ്യപ്പെടുന്ന ഒന്നാണ് ശാസ്ത്രം. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ വാപ്പയാരാണ് എന്ന് ശാസ്ത്രം കൊണ്ട് തെളിയിക്കാം. പക്ഷേ തന്റെ മകന് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. ഒരു ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ന്യൂക്ലിയർ ബോംബുണ്ടാക്കിയാൽ ഇത്ര ആളുകളെ കൊല്ലാം എന്നൊരു ശാസ്ത്രത്തിന് പറയാം. പക്ഷേ അങ്ങനെ കൊല്ലുന്നത് തെറ്റാണ് എന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് 2ാം ലോക മഹായുദ്ധത്തിൽ തന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കപ്പെട്ടപ്പോൾ അതുപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിനെന്നല്ല മില്യൺ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ ഓപ്പൺ ഹൈമറിനെ പോലുള്ള ആളുകൾ ശാസ്ത്രത്തോട് തന്നെ തിരിഞ്ഞു നടന്ന സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ടൂളാണ്.
ഒരു മകന് വാപ്പയോടുള്ള സ്നേഹം ശാസ്ത്രം കൊണ്ട് അളക്കാൻ കഴിയില്ല എങ്കിൽ, സ്നേഹം എന്ന് പറയുന്ന സത്യത്തെ ശാസ്ത്രത്തിന്റെ ഉള്ളിൽ ഒതുക്കാൻ കഴിയില്ല എങ്കിൽ, ഇതിനെ ഒതുക്കാൻ കഴിയാത്ത ഒരുപാട് സത്യമുണ്ട് എന്ന കേവല ബോധ്യമെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ശാസ്ത്രത്തെ പറ്റിയുള്ള അവബോധം എന്ന് പറയുന്നത്. ശാസ്ത്രം അറിയുക എന്ന് പറഞ്ഞാൽ അതാണ്. ആ ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടാവിലേക്ക് അടുക്കാനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ശാസ്ത്രം എന്തിനാ? അത് സൃഷ്ടാവിലേക്ക് അടുക്കാനുള്ള ഒരു ടൂളാണ്. വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് പറയുന്നത് സൂറത്ത് യൂനുസിൽ, നിങ്ങൾ നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഖുൽ, റസൂലേ താങ്കളുടെ അനുയായികളോട് പറയണം, ഉംദുറു ഫിസ്സമാവാതി, ആകാശഭൂമിയിലുള്ള ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ് എന്നവർ നോക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പറയാൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആൽ ഇംറാന്റെ അവസാനം പറയുന്നുണ്ട്, വിശ്വാസികളുടെ ഗുണങ്ങളായിട്ട് പറയാണ്, യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവര് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ പറ്റി അവർ ചിന്തിക്കും. എന്നിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, അല്ലാഹുവേ തീർച്ചയായിട്ടും നീ ഇവയൊന്നും സൃഷ്ടിച്ചത് വെറുതെയല്ല, വൃഥാവിലല്ല, ആവശ്യമില്ലാതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക, അതുകൊണ്ട് നീ പരിശുദ്ധനാണ്. അങ്ങനെ ഒരു പഠനം നടത്തിയിട്ട് പറയാണ് സുബ്ഹാനക. മലക്കുകളുടെ കഥ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ വസ്തുക്കളുടെ പേര് ചോദിക്കാം, മലക്കൾക്ക് അറിയില്ല. ഹലോ സുബ്ഹാനക, അവർ ആദ്യം സുബ്ഹാനക പറയാം, അല്ലാഹു നീ പരിശുദ്ധൻ, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ എനിക്കറിയില്ല. അവരാദ്യം സുബ്ഹാനക പറഞ്ഞു. പക്ഷേ മലക്കുകളോട് പഠിക്കാനുള്ള, പരീക്ഷണങ്ങളോടുള്ള, നിരീക്ഷണങ്ങളോടുള്ള നിർദ്ദേശം അവർക്കില്ല. മനുഷ്യൻ അങ്ങനെയല്ല. അവൻ യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവൻ ചിന്തിച്ചതിന് ശേഷം പറയാൻ സുബ്ഹാനക. നമ്മൾ പഠിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ഒരു സമുദായമാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനിലൂടെ നിരന്തരം പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഉത്ബോധനങ്ങൾ ഉണ്ടായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി വൃത്തത്തിൽ കടന്നുപോകുമ്പോൾ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ടായത് നമ്മൾ കാണുന്നത് അവിടെയാണ്. ഇസ്ലാമിക ഗോൾഡൻ ഏജ് പരിശോധിക്കുമ്പോൾ നമ്മൾ ശാസ്ത്രത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഇബ്നു നഫീസിനെ പോലെ, ഇബ്നു സീനയെ പോലെ, റാസിയെ പോലെ, അൽകിന്ദിയെ പോലെ, അൽബുറൂനിയെ പോലെ, ഒപ്റ്റിക്സിന്റെ പിതാവായ ഇബ്നുൽ ഹൈസമിനെ പോലെ, ആൽജിബ്രയുടെ പിതാവായ ഖവാരിസ്മിയെ പോലെ ഒരുപാട് ശാസ്ത്രജ്ഞരെ നമ്മൾ കാണുക. അവർ ശാസ്ത്രം ഉപയോഗിച്ചത് എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയല്ല, അവർ ദൈവത്തിലേക്ക് അടുക്കാൻ ശാസ്ത്രം ഉപയോഗിക്കാം. ആ സമയത്ത് ശാസ്ത്രത്തിന് വലിയൊരു ത്യാഗം ആവശ്യമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ എവിടെയും നാസ്തികരുടെ ഒരു സംഭാവന നമ്മൾ കാണുന്നില്ല. എന്നിട്ട് ശാസ്ത്രം പുരോഗമിച്ചു. ആ ശാസ്ത്രം കൊണ്ട് കോടികൾ കൊയ്യാനുള്ള ടൂളാണ് ശാസ്ത്രം എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോഴാണ് അവർ ശാസ്ത്രത്തെ പറ്റി പഠിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ശാസ്ത്രം ഉപയോഗിക്കുന്നത് ആളുകളുടെ നശീകരണത്തിന് വേണ്ടിയല്ല, ആളുകളുടെ പ്രൊഡക്റ്റീവിന് വേണ്ടിയാണ്, സൃഷ്ടാവിലേക്ക് നടന്നെടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കാം, നാസ്തികത ഇന്ന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ദൈവമാണ് അവരുടെ അടിസ്ഥാന വിഷയമെന്ന് പോലും മനസ്സിലാക്കാതെ ദൈവത്തെ അവർ മാറ്റി നിർത്തി. ആ ദൈവത്തെ കൊണ്ടുവന്ന പ്രവാചകനെ തെറിപറയാൻ ശ്രമിക്കുക. നമ്മളിന്ന് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ മീഡിയ ഒന്ന് സ്ക്രോൾ ചെയ്താൽ അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രവാചകനെ സംബന്ധിച്ച് വായിച്ചു തീർക്കാൻ പോലും കഴിയാത്ത അസഭ്യമായ വാക്കുകൾ ഒരു മുസ്ലിമിന് കാണേണ്ടി വരികയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, സംസ്കാരം പഠിപ്പിക്കാൻ വന്ന ആളുകൾ എന്ന് പറയുന്നവരാണല്ലോ, ഈ ലോകത്തെ ബെസ്റ്റ് പോസിബിൾ വേൾഡിലേക്ക് നയിക്കാൻ വന്ന ആളുകൾ എന്ന് പറയുന്നവരാണല്ലോ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ തന്നെ വലിയൊരു ശതമാനം ആളുകൾ നെഞ്ചിലേറ്റുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകനെ സംബന്ധിച്ച് അവർ വായിക്കാൻ പോലും ആഗ്രഹിക്കാത്ത വാക്കുകൾ കൊണ്ട് ഇങ്ങനെ ശകാര വർഷം നടത്തുക. കാരണം അത്തരമൊരു ദൈവത്തെ പരിചയപ്പെടുത്തിയത് ഈ പ്രവാചകനാണ്. ആ പ്രവാചകനെ സംബന്ധിച്ചുള്ള എല്ലാ സ്നേഹങ്ങളും ഉടച്ചു തകർക്കാൻ കഴിഞ്ഞാൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് നിറക്കാൻ കഴിഞ്ഞാൽ, ആ പ്രവാചകനോട് അവർക്ക് അവമതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞാൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വൈകാരികമായ അകൽച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അത്തരം ദൈവസങ്കല്പങ്ങൾ അതൊക്കെ അസ്തമിക്കും. ജീവിക്കുന്ന ഒരു മതമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാം പെട്ടിക്കൂട്ടിൽ മാത്രമാവും, ജീവിതത്തിൽ ഇടപെടാത്തൊരവസ്ഥയുണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കുക, യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അക്ഷരം പ്രതി വിശ്വസിച്ചവരാണ് സഹാബാക്കൾ. അവര് പ്രവാചകന്റെ സത്യസന്ധത കണ്ട് വിശ്വസിച്ചവരാണ്. പ്രവാചകൻ എങ്ങനെയായിരുന്നു എന്ന് ജീവിതം കണ്ട് വിശ്വസിച്ചവരാണ്. അവരൊരുപാട് തെളിവ് ചോദിച്ചിട്ടല്ല പ്രവാചകനെ വിശ്വസിച്ചത്. ആ പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ച മനുഷ്യനാണ്. ലോകത്തിന്നുവരെ നമ്മുടെ അനുഭവത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകൻ. അത്തരത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമായിരുന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. റസൂലും അബൂബക്കറും മാത്രം സൗറിന്റെ ഗുഹയിൽ ഒറ്റപ്പെടുക. ഒന്ന് താഴേക്ക് ശത്രുക്കൾ എത്തി നോക്കിയാൽ പിടിക്കപ്പെടുന്ന അവസ്ഥ എത്തുകയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് പേടിയായി. നമ്മൾ ആലോചിക്കുക, റസൂൽ ഇതൊക്കെ ഒരു ഫേക്ക് ഐഡിയ വെച്ചിട്ടാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതെങ്കിൽ, ഇത്തരം സ്വപ്നങ്ങൾ പറഞ്ഞെങ്കിൽ പിടിക്കപ്പെടും എന്ന നിലയിൽ റസൂൽ പേടിക്കണമായിരുന്നു.
അബൂബക്കറിന്റെ കൂടെ റസൂലൊന്ന് പേടിക്കണമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ തഹസൻ ഇന്നല്ലാഹ മഅന, പേടിക്കേണ്ട അബൂബക്കർ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. കാരണം ഈ ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ ഏത് അള്ളാഹുവിനെ ഞാൻ വിശ്വസിക്കാം, ഏത് അള്ളാഹുവിനെ പറഞ്ഞാൽ ഞാൻ സമാധാനിപ്പിക്കാം, അതിന്റെ ഉറപ്പാണ്. ആ ഉറപ്പ് കണ്ട അബൂബക്കർ സിദ്ദീഖുണ്ട്. ആ ഉറപ്പ് കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരുണ്ട്. അവർ ആ പ്രവാചകനെ കണ്ട് വിശ്വസിച്ചവരാണ്. അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബോധ്യമാണ്. ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഫിർഔൻ മുങ്ങി മരിക്കുന്ന സമയത്ത് ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ, ഇപ്പൊ ഞാൻ മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചു എന്ന് ഫിർഔൻ പറയാൻ. ഖുർആൻ പറഞ്ഞു, ആൽ ആൻ വഖദ അസ, ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? ആൽ ആൻ, ഇപ്പോഴാണോ വിശ്വസിക്കുന്നത്? വഖദ അസൈത മിൻ ഖബൽ, ഇതിനു മുമ്പ് നീ വിശ്വസിച്ചില്ലല്ലോ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന ഒരു സന്ദർഭത്തിൽ മറ്റൊരു ലോകം അനുഭവപ്പെടുന്ന സമയത്ത് അനുഭവപ്പെടുന്നത് വിശ്വസിക്കാൻ നിങ്ങൾ ആവശ്യമില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിയാമത്തിനെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകൾ കാണാം. ഈ ലോകം അവസാനിക്കുന്ന സമയത്ത് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന ആ സമയത്ത് ആളുകൾക്ക് വിശ്വസിക്കാനുള്ള അവസരം നഷ്ടപ്പെടുക. അതൊരു പ്രാപഞ്ചിക സത്യത്തെ നേരെ തലതിരിഞ്ഞ് കാണുമ്പോൾ ആ സമയത്ത് ആളുകൾക്ക് മനസ്സിലാകുകയാണ് ഈ ലോകം അവസാനിക്കാൻ പോവാണ്. അതുവരെ അവർക്ക് സാധ്യതയുണ്ട്, അവർക്ക് വിശ്വസിക്കാനുള്ള അവസരമുണ്ട്. ബോധ്യപ്പെട്ടതിന് ശേഷം വിശ്വാസമില്ല. ആ പ്രവാചകനെ കണ്ട് വിശ്വസിച്ചവരാ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആൽ ഇംറാന്റെ അവസാന റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനു ബിറബ്ബികും ഫആമന്ന റബ്ബനാ ഇന്നനാ സമിഅനാ, അല്ലാഹുവേ തീർച്ചയായിട്ടും നമ്മൾ കേട്ടു, മുനാദിയൻ അല്ലാഹുവിലേക്ക് വിളിക്കുന്ന ഒരു വിളിയാളകനെ നമ്മൾ കേട്ടു, ഇലൽ ഈമാൻ, ആ പ്രവാചകനെ വിളിച്ചത് ഈമാനിലേക്കായിരുന്നു. അൻ ആമിനു ബിറബ്ബികും, നിങ്ങൾ റബ്ബിലേക്ക് വിശ്വസിക്കൂ എന്നായിരുന്നു ആ പ്രവാചകൻ പറഞ്ഞത്. ഫആമന്ന, നമ്മൾ വിശ്വസിച്ചു, അടിയുറച്ച് വിശ്വസിച്ചു. അതുകൊണ്ടാണല്ലോ ഇസ്രാ മിഅ്റാജ് നടന്ന സംഭവത്തിൽ ശത്രുക്കൾ വല്ലാതെ സന്തോഷിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കിലേക്ക് സന്തോഷത്തോടുകൂടി പോവാൻ. ഈ മുഹമ്മദിൽ വിശ്വസിച്ചു എന്നാണല്ലോ പറയുന്നത്. മുഹമ്മദ് കാലങ്ങളോളം മാത്രം സഞ്ചരിച്ചാൽ എത്തുന്ന ബൈത്തുൽ മുഖദ്ദസിൽ ഇന്നലെ രാത്രി പോയി തിരിച്ചു വന്നു എന്ന് പറയാൻ. ഇനി നീ വിശ്വസിക്കുവോ? മുഹമ്മദാണോ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാൻ വിശ്വസിച്ചു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 4000 കിലോമീറ്ററുള്ള ബൈത്തുൽ മുഖദ്ദസ് എന്നല്ല, 7 ആകാശത്തിനപ്പുറത്ത് നിന്ന് പ്രവാചകൻ നിരന്തരം ഒരു വഹി എന്നിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ അത് വിശ്വസിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വസിക്കാൻ എനിക്ക് യാതൊരു തടസ്സവുമില്ല. അസ്സുദ്ദീഖ്, അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന പേരിലേക്ക് വരുന്നത്. ആ ഒരു അചഞ്ചലമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസം കേവലം അബൂബക്കറിന് മാത്രം ഉണ്ടായ വിശ്വാസമല്ല, അത് സമൂഹം ഒന്നടങ്കം ഇങ്ങനെ കൈമാറിപ്പെടുന്ന വിശ്വാസമാണ്. ആ പ്രവാചകനെ സംബന്ധിച്ചുള്ള സ്നേഹം മുസ്ലിങ്ങളുടെ മനസ്സുകളിലൊക്കെ ഒന്നടങ്കം രൂഢമൂലമാക്കപ്പെട്ടതാണ്. അതെടുത്തു കളയാൻ കഴിഞ്ഞാൽ കേവലം മറ്റാരാജ്യന്മാരെ പോലെ ചില്ലുകൂട്ടിൽ അടക്കപ്പെടുന്ന ഒരു വിഗ്രഹമായി റസൂലിനെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞാൽ, മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ നിത്യം റസൂലിന്റെ ചര്യകൾ പിന്തുടരപ്പെടുന്ന അവസ്ഥയില്ലാതായി പോയാൽ പിന്നെ തോന്നിവാസങ്ങൾക്കൊക്കെ ലൈസൻസായി. അങ്ങനെ പ്രവാചകന്റെ സുന്നത്തിനെ പരിമിതപ്പെടുത്താനുള്ള ശ്രമം നടക്കുകയാണ്. നമുക്ക് പറയാനുള്ളത് ഈ കേവലം നാസ്തികത എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ഒരു കേവലം കുമിളകളാണ്. വിസങ്ങളെ കടന്നുവരും, അത് ചില ഒച്ചപ്പാടുകൾ ഉണ്ടാക്കും. അവർ ആധുനികരാണ് എന്ന് പറഞ്ഞ്, പുരോഗമനം പറഞ്ഞ്, സമൂഹത്തിന്റെ സാംസ്കാരിക ബോധത്തെ പറഞ്ഞ് അവർ ചില ആരോപണങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ കെട്ടടങ്ങും, കുമിളകൾ പൊട്ടുന്നത് പോലെ അതൊക്കെ നിഷ്പ്രഭമാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ കാലത്ത് നമ്മൾ കാണുന്ന ഒരു ദുഃഖവാർത്തയുണ്ട്. റസൂലിന് ഖാസിം മരണപ്പെടുകയാണ്, രണ്ടാമത്തെ മകൻ അബ്ദുള്ള മരണപ്പെടുകയാണ്. ഈ വാർത്ത കേൾക്കുന്ന ശത്രുക്കൾ അബൂ ജഹലിനെ പോലെ, അബൂ ലഹബിനെ പോലെ, ആസിബിന് വായിലിനെ പോലെയുള്ള ശത്രുക്കൾ അവർ തെരുവോരങ്ങളിൽ ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. പ്രവാചകന്റെ മുഹമ്മദിന്റെ പിന്തുടർച്ചകൾക്ക് ഇവിടെ അവസാനിക്കുക. മുഹമ്മദിനെ ഏറ്റെടുക്കാൻ ഇനി ആരുമില്ല. മുഹമ്മദിന്റെ തലമുറയുടെ നശിച്ചു പോവാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം എന്ന നിലയിൽ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ചെറിയ സൂറത്ത് ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പ്രവാചകരെ, അങ്ങല്ല വാലറ്റവൻ, അങ്ങല്ല തീർന്നു പോയത്. അങ്ങേ ബലിച്ച് നടക്കുന്ന അബൂജഹലുണ്ടല്ലോ, അബൂലഹബുണ്ടല്ലോ, ആസിബിന് വായിലുണ്ടല്ലോ, അവരാണ് വാലറ്റ് പോയവർ. അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ ഒരു പ്രതാപവും പറയാൻ പോകുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, 1.5 സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും ആയിരക്കണക്കിനല്ല കോടിക്കണക്കിന് മനുഷ്യ മനസ്സുകളിൽ നിത്യമെന്നോണം പ്രവാചകന്റെ ഓരോ സുന്നത്തും പിൻപറ്റുന്നത് നമ്മൾ കാണുക. അബൂജഹലിനെ ആഘോഷിക്കുന്നവരെ നമ്മൾ കാണുന്നില്ല, അബൂലഹബിനെ ആഘോഷിക്കുന്നവരെ നമ്മൾ കാണുന്നില്ല, ആസിബിന് വായിലിനെ സംബന്ധിച്ചിടത്തോളം അവനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നവരെ നമ്മൾ കാണുന്നില്ല. അവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരുന്ന, അനുധാവനം ചെയ്യാൻ ശ്രമിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെ കാണുക. അവിടെയാണ്
ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. ആളുകൾ അവര് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ വല്ലാഹു മുതിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വലൗ കരിഹൽ കാഫിറൂൻ, അതിന് എത്ര ആളുകൾ എതിരെന്നിട്ടും കാര്യമൊന്നുമില്ല. അവിടെ അള്ളാഹു അത് പൂർത്തിയാകും. പക്ഷേ ആ പൂർത്തീകരണത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഭാഗവാക്കാകാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹു ആ രീതിയിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങളോട് ഒപ്പിണങ്ങി ജീവിക്കാൻ കഴിയുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على محمد وعلى آله وأصحابه الأبر. وقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله سبحانه وتعالى ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും സൂക്ഷിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഇസ്ലാം ജീവിക്കുന്ന ഒരു മതമാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യം മറ്റാരേക്കാളും ആദ്യം ഉൾക്കൊള്ളേണ്ടത് മുസ്ലിങ്ങൾ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അനുഗ്രഹം, അതിന്റെ വലിപ്പം തിരിച്ചറിയേണ്ടവർ നമ്മളാണ്. പലപ്പോഴും ഇസ്ലാമിന്റെ മൂല്യത്തെ മറ്റുള്ളവരെ അംഗീകരിപ്പിക്കുക എന്നതിൽ നമുക്ക് വലിയ തിരക്കുണ്ട്. പക്ഷേ ആ ഇസ്ലാം നമ്മുടെ ജീവിതത്തിലേക്കാക്കുക എന്നതിന് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവാം. യഥാർത്ഥത്തിൽ ഇസ്ലാം കേവലം വാക്കുകൾ കൊണ്ട് കൈമാറപ്പെടുന്നതിന് പകരം ആ ആശയത്തെ, ആ മൂല്യത്തെ ജീവിച്ചു കാണിക്കാനാണ്. അതുകൊണ്ടാണ് കേവലം കിതാബ് കൊടുത്തിട്ടല്ല, കൂട്ടത്തിലൊരു പ്രവാചകന് കൊടുത്തു. യംശിഫിൽ അസ്വാഖ്, ആ പ്രവാചകൻ അങ്ങാടിയിലേക്ക് പോകും, നാട്ടുകാരോട് സംസാരിക്കും, വീട്ടിലെ പണികൾ ചെയ്യും. അവിടേക്ക് ആ റസൂൽ കാത്തു സൂക്ഷിച്ചൊരു മൂല്യമുണ്ട്. അത് അങ്ങാടിയിൽ പോകുമ്പോൾ, വീട്ടിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇന്നത്തെ ലിബറലിസം, സ്വാതന്ത്ര്യത്തിന്റെ മധുര ചഷകങ്ങൾ യുവാക്കളുടെ മുന്നിൽ, യുവതികളുടെ മുന്നിൽ ഇങ്ങനെ നീട്ടിക്കൊടുക്കുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടുക എന്നത് സ്വാഭാവികമാണ്. രക്ഷിതാക്കൾ എന്ന നിലയിൽ അവർക്ക് തർബീയത്തിന്റെ മതപാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ജീവിച്ച നല്ലൊരു മാതാവാകാൻ, ഒരു പിതാവാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ കൗമാരക്കാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഏത് കൗമാരക്കാരാണ് എന്ന് നമ്മൾ പഠിക്കണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ കേവലം 18 വയസ്സ് മാത്രമാണ് പ്രായം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതത്തെ ഒരുപക്ഷെ ലോകർക്ക് ഏറ്റവും കൂടുതൽ ഒപ്പിയെടുത്ത് ചിത്രീകരിച്ചു തന്നത് ആരാണ് എന്ന ചോദ്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മതമൂല്യങ്ങളെ ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ചത്, സഹാബാക്കൾക്ക് പോലും പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ത്രീ നാമം നമ്മൾ കേൾക്കുകയാണ്. 18 വയസ്സ് മാത്രം പ്രായമുള്ള, ആ പ്രായം പോലും ഇല്ലാത്ത ഒരു വനിതയെക്കുറിച്ച് കേൾക്കാൻ. അതൊരു കൗമാരപ്രായ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മോഡലുകൾ അവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ അവസരം ചെറുതാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടിയുറച്ച മുഹബ്ബത്തുണ്ട്. നമ്മുടെ കോളേജ് ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ പലതിനും പല ആളുകളും നിർബന്ധിക്കുമ്പോൾ അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരം എന്ന് പറയാനുള്ള താക്കത്തുണ്ടാക്കി കൊടുത്താൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരം എന്ന് പറയാനുള്ള ആർജവം നമ്മുടെ യുവാക്കൾക്കുണ്ടായാൽ അവിടെ തീരുന്നതാണ് പ്രശ്നം. അത്തരത്തിൽ നമ്മൾക്ക് റസൂലിനോട് മുഹബ്ബത്തുണ്ടാകാൻ, അള്ളാഹുവിനോട് മുഹബ്ബത്തുണ്ടാകാൻ, വല്ലാഹു റസൂലുഹു അഹഖു, റസൂലുഹും അള്ളാഹുവുമാണ് ഏറ്റവും കൂടുതൽ അവലംബിക്കപ്പെടാൻ, അനുസരിക്കപ്പെടാൻ ഏറ്റവും ബാധ്യസ്ഥർ എന്നൊരു ബോധമുണ്ടാകാൻ, ആ ബോധത്തിൽ ജീവിക്കുകയും ആ ബോധത്തെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പ്രബോധന രീതിയിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന നല്ല മക്കളെ സമ്പാദിക്കാനുള്ള താക്കത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു അത്തരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റുന്ന, വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളെ ഏറ്റവും സന്തോഷത്തോടുകൂടി അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ചെയ്തുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസം അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് അള്ളാഹു സ്വാലിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ, അവരുടെയൊക്കെ പരലോക ജീവിതം അള്ളാഹു സുഖകരമാക്കി കൊടുക്കുമാറാകട്ടെ. ഈമാനോടുകൂടി തന്നെ ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ്
തോഫീക്ക് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.